മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണയാണ് ഇപ്പോൾ കെ.സിക്ക് ലഭിക്കുന്നത് എന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. കെ.സി ആണ് മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തന്നെ ഒരു മുൻതൂക്കം കൊണ്ട് അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കെ.സി വേണുഗോപാലിനാണ് കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ. അതുകൊണ്ട് കെ.സി ആകും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കാണ് ഹൈക്കമാൻഡ് ഒരു സൂചന നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഈ പറയുന്ന വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കെ.സിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം. അതായത് കെ.സി വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് ആ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ എംഎൽഎമാരുടെ പിന്തുണയുള്ള കെ.സി വേണുഗോപാലാണ്. അപ്പോൾ കെ.സി വേണുഗോപാലിനാണ് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ച എ.ഐ.സി.സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തിയ നേതാക്കളോടെ ആണ് കേന്ദ്ര നിരീക്ഷകർ സമർപ്പിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചത്. 4 മണിയോടെ ആരംഭിച്ച കൂടിക്കാഴ്ചയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ദീപ്ദാസ് മുൻഷി, കേന്ദ്ര നിരീക്ഷകരായിരുന്ന മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും രമേശ് ചെന്നിത്തല, കെ.സി വേണുഗോപാൽ, വി.ഡി സതീശൻ, സണ്ണി ജോസഫ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കടുത്ത നിലപാടിലാണ് വി.ഡി സതീശൻ എന്നാണ് സൂചന. എന്തായാലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു കാര്യത്തിന് ഇപ്പോൾ മറുപടി വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ.സി വേണുഗോപാൽ ആണ് എന്നുള്ളത് സൂചന ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് തന്നെ കാര്യങ്ങൾ പറയുകയാണ്. ഹൈക്കമാൻഡ് കെ.സിയോടുള്ള അല്ലെങ്കിൽ കെ.സി ആണ് തെരഞ്ഞെടുക്കുന്നത് എന്ന രീതിയിലേക്ക് ഒരു സൂചന തന്നിരിക്കുകയാണ്. എന്തായാലും മറ്റ് ഫോർമുലകൾ അംഗീകരിക്കില്ല എന്നാണ് വി.ഡി സതീശനോടൊപ്പമുള്ള നേതാക്കൾ പറയുന്നത്. അതായത് വി.ഡി സതീശന്റെ കാര്യം വളരെ വിപരീതമാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ പറയുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമാണെന്ന നിലപാടിലാണ് കെ.സി വേണുഗോപാൽ ഉള്ളത്. ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പിന്നോട്ടില്ല എന്നും കെ.സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ചില സൂചനകൾ വരുമ്പോൾ അണികളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വീണ്ടും ഉടലെടുക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും വി.ഡി സതീശനെ ധനകാര്യ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഹൈക്കമാൻഡിന്റെ ഒരു ഫോർമുല അങ്ങനെയാണ്. പക്ഷേ വി.ഡി സതീശൻ അതിന് വഴങ്ങിയേക്കില്ല എന്നുള്ള സൂചനകളും ഉണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണയും വി.ഡി സതീശനാണ്. അതേസമയം തന്നെ സീനിയോറിറ്റി പരിഗണിക്കുന്ന നിലപാടിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉള്ളത്. ആദ്യഘട്ടത്തിൽ മുഴുവൻ നേതാക്കളെ ഒരുമിച്ചിരുത്തിയാണ് ഹൈക്കമാൻഡ് നിലപാട് അറിയിച്ചത്. പിന്നീട് നേതാക്കളെ വെവ്വേറെ കാണാനും സാധ്യതയുണ്ട്. അവസാന നിമിഷമാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ഖാർഗെയുടെ വസതിയിൽ നിർണായക യോഗം നടക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് ഈ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. കേരള നേതാക്കളുമായി ചർച്ച, ആരാകും മുഖ്യമന്ത്രി എന്ന തീരുമാനം ഉടൻ ഹൈക്കമാൻഡ് തന്നെ പ്രഖ്യാപിക്കും. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. കെ.സി വേണുഗോപാൽ തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾക്കായിട്ട് നേതാക്കൾ എ.ഐ.സി.സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയായിരുന്നു ഈ തീരുമാനങ്ങൾ നടത്തിയത്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി.ഡി സതീശൻ എന്നിവരാണ് കേരള ഹൗസിൽ നിന്ന് എ.ഐ.സി.സി പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ദില്ലിയിൽ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുമ്പോൾ വലിയൊരു ക്ലൈമാക്സ് ആണ് അവിടെ നടക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയെ ആരാകുമെന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഹൈക്കമാൻഡ് ഒരു സൂചന നൽകുകയാണ്. ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് എംഎൽഎമാരുടെ പിന്തുണയുള്ളത് കെ.സി വേണുഗോപാലിനാണ്. അപ്പോൾ കെ.സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും കേരള നേതാക്കളുമായിട്ടുള്ള ഖാർഗെയുടെ ചർച്ചയിൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുത്തതും വലിയ രീതിയിലുള്ള ഒരു നിർണായക നീക്കങ്ങളിലേക്കാണ് അത് കടക്കാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കെ.സി.ബിയുടെ അല്ലെങ്കിൽ കെ.സി.ക്കൊപ്പം കെ.സിയെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കെ.സിയുമായിട്ടുള്ള അത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇതിലെ തീരുമാനമെടുക്കുന്നത് അദ്ദേഹം ഉൾപ്പെടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ കെ.സിയുടെ പേര് പറയുമ്പോൾ അതിൽ സംശയിക്കാനൊന്നുമില്ല. ഈ പറയുന്നത് പോലെ തന്നെ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഈ കെ.സിക്കൊപ്പം ഉള്ളതിനാൽ തന്നെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ പറയുന്ന കെ.സി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കാൻ സാധ്യത എന്നാണ് ഈ ഹൈക്കമാൻഡ് സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഹുൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷമാണ് രാഹുൽ ഖാർഗെയുടെ വസതിയിലെത്തിയത്. അതൊരു നിർണായക നീക്കമാണോ എന്ന്
എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് അരയും തലയും മുറുക്കി രംഗത്തുള്ള ACC സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് മുതിർന്ന നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയും എന്നീ 3 നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. KPCC നേതൃത്വം ആർക്കൊപ്പം എന്നറിയാൻ സണ്ണി ജോസഫിനെയും ഖാർഗെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണ KCക്കാണ്. അതേസമയം ഘടക കക്ഷികളുടെ പിന്തുണ VD സതീശനാണ്. സീനിയോറിറ്റി പരിഗണിക്കണമെന്ന നിലയിലാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം പരിഗണിച്ച് ഖാർഗെ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. എന്തായാലും രാഹുൽ ഗാന്ധി കൂടി നേരിട്ട് പങ്കെടുക്കുന്നതിനാൽ ഈ യോഗത്തിൽ തന്നെ തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നേതാക്കളുള്ളത്. എന്തായാലും ഏറെക്കുറെ തീരുമാനമായി, ചിത്രം തെളിഞ്ഞു. മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആണ് എന്നതിൽ സംശയമില്ല. എന്തായാലും അടുത്ത നടപടി അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ എന്തായിരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കേരളത്തിലെ നേതാക്കളും ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടുള്ള ഈ നിർണായക യോഗം നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെയാണ് കേരളം അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഏത് നിമിഷവും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകാം. ACC ആരാകണം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു പേര് VD സതീശനാണെങ്കിലും അവിടെ MLA മാരുടെ ഭൂരിപക്ഷത്തോടെ KC വേണുഗോപാൽ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ ഒരു ക്ലൈമാക്സിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്. എന്തായാലും ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പലർക്കും അത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്കറിയാം AICC സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് KC വേണുഗോപാലിനാണ് സാധ്യത കൂടുതലെന്ന് പലതവണയും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ MLA മാരുടെ ഈ സപ്പോർട്ടും അല്ലെങ്കിൽ അവർ അനുകൂലിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ അതിന് അർഹനായിട്ടുള്ളത് KC തന്നെയാണെന്നാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഹൈക്കമാൻഡ് പറയുന്ന കാര്യം ഈ പറയുന്നത് പോലെ തന്നെ VD സതീശന്റെ ജനപിന്തുണയെ പറ്റിയൊന്നും ഹൈക്കമാൻഡ് പറഞ്ഞില്ല. പക്ഷെ ഹൈക്കമാൻഡ് ഇക്കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ MLA മാരുടെ പിന്തുണയുള്ളത് KCക്കാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടന്നതും വാക്തർക്കങ്ങൾ നടന്നതും ഈ പ്രകോപനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നതും VD സതീശന് വേണ്ടിയിട്ടാണ്. ജനം തെരുവിലേക്ക് ഇറങ്ങുന്നു, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ UDF-നകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു വലിയ ഒരു ഭിന്നത ഉണ്ടാകുന്നു എന്ന് പല ആളുകളും അതിനെ നോക്കിക്കണ്ട് പറയുമ്പോൾ അവിടെ നിർണായക നീക്കമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് അതിന് അല്ലെങ്കിൽ ആരുടെ രീതിയിലേക്കാണ് അതിനെ നോക്കേണ്ടത് എന്നുള്ളതാണ് വളരെ നിർണായകം. കാരണം ഇപ്പോൾ VD സതീശന്റെ അണികൾ ചെയ്യുന്നത് അത് തീർത്തും അത് ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ അതിനൊരു ജനപിന്തുണയായിട്ട് കാണുന്നതിലുപരി അതൊരു ക്യാമ്പയിൻ ആയിട്ട് കാണുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് KC വേണുഗോപാലിന് MLA മാരുടെ പിന്തുണയുണ്ട്. എന്തുകൊണ്ട് VD സതീശന് ജനപിന്തുണ ഉണ്ട് എന്ന് ഈ ഹൈക്കമാൻഡ് പറയാത്തത്? കാരണം ഹൈക്കമാൻഡിന് അറിയാം ഇതൊരു ക്യാമ്പയിൻ ആണ് എന്നുള്ളത്. പല കാര്യങ്ങളും അങ്ങനെ ഹൈക്കമാൻഡ് അതിനെ നോക്കി നിരീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഈ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും തന്നെ ഒരു കാര്യങ്ങളും ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് MLA മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആണ് എന്നുള്ളതാണ്. ഇത് ഏകദേശം ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഉടൻ പ്രഖ്യാപനം കാണും. എന്തായാലും VD സതീശന് വേണ്ടി തെരുവിലിറങ്ങിയവരും ഫ്ലെക്സുകൾ കീറിയവർക്കും വലിയൊരു തിരിച്ചടിയാണ്. VD സതീശന്റെ അനുകൂലികൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ബദലാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനി അടുത്ത തീരുമാനങ്ങൾ അടുത്തത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഉടൻ വരും. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ അതായത് ഒരു തരംഗം സൃഷ്ടിച്ച UDF-ന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KC വേണുഗോപാൽ ആണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഹൈക്കമാൻഡിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ MLA മാരുള്ളത് KC വേണുഗോപാലിനാണ് എന്നുള്ളത്. ഒരിക്കൽ പോലും VD സതീശന്റെ ജനപിന്തുണയെ പറ്റി ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഹൈക്കമാൻഡ് എല്ലാം നോക്കി കാണുന്നുണ്ട്. ഹൈക്കമാൻഡ് ഈ VD സതീശന്റെ ക്യാമ്പയിനെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് ജനപിന്തുണ എന്നതിലുപരി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് വളരെ വൈകാരികമായിട്ട് അവര് വളരെ നിർണായകത്തോടെ അവര് സംസാരിച്ച് അതിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.